ഹലോ ഹലോ സീനാൻ, അക്ഷയ്, ദൃശ്യ, നിവേദിത, അനഘ, എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് കാണട്ടെ മിസ്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് മിസ് കാണട്ടെ. സിനാനെ, നീ മാത്സ് എക്സാം എഴുതിയോടാ? ആ, ഗുഡ് ഈവനിങ്. കേക്കാമോ മിസ് പറയുന്നത്? കുറച്ചു പേര് കേക്കാമോ? നിവേദിത മിസ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേക്കാം. എല്ലാരുടെയും പേപ്പറൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വരുന്ന ഒരു വരക്കാണ്ട്. അതാരായിരിക്കും ആ ശബ്ദത്തിന്റെ ഉടമ? ചെറുതൊന്നു ഒരു മിനിറ്റ് കേട്ടാ. എല്ലാവരും വേഗം വീഡിയോ ഓൺ ചെയ്തേ. ആരും ക്യാമറ ഓഫ് ചെയ്തിട്ട് ഇരിക്കണ്ട. വേഗം വീഡിയോ ഓൺ ചെയ്തോ. മിസ് ഇവിടെ ഉണ്ട്. മിസ് ഇവിടെ ഉണ്ട്. ക്യാമറ നോക്കട്ടെ. അതാണോ ഞാൻ ഓണാക്കി നോക്കട്ടെ. സെറ്റ് അല്ലേ? ഹലോ. ഓക്കെ. മിസ് ഒന്ന് ഇരിപ്പൊന്ന് ശരിയാക്കാൻ പോയതാ. എവിടെ? എന്നിട്ടും എല്ലാവരും ഓൺ ചെയ്തിട്ടില്ലല്ലോ. എന്താണ് നിങ്ങളുടെ കാരണം? അതൊന്ന് പറഞ്ഞേ. ഈ അസറും അസാൻ ഓൺ ആക്കും. ദൃശ്യ, അസർ, എന്താണ് നിങ്ങൾ വീഡിയോ ഓൺ ആക്കാൻ അത്ര ബുദ്ധിമുട്ട്? എന്താണ് വീഡിയോ ഓൺ ആക്കാൻ ബുദ്ധിമുട്ട്? സിനാൻ എന്തിന്റെ അടിയിൽ പോയിരിക്കുന്ന തേനീച്ച കൂടാ? ഫോണൊന്നും എവിടെയെങ്കിലും ചാരി വെച്ചേ, കയ്യിൽ വെക്കാണ്ട്. നിങ്ങളുടെ പേപ്പർ ഞാൻ നോക്കി, എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത് അല്ലേ? എല്ലാവരുടെയും മാത്സിന്റെ പേപ്പർ കിട്ടിയില്ലേ? കിട്ടിയോ? കിട്ടിയോ? കിട്ടിയോ അൻവരിയെ? കിട്ടി. അനഘയ്ക്ക് കിട്ടിയോ മാർക്ക്? നിങ്ങൾക്ക് തന്നെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം ഞാൻ തരാം. ഇനി മിസ് സമ്മതിക്കാണ്ടാണ് എന്നുള്ളത് വേണ്ടല്ലോ. ഓക്കെ, പറ, എന്താണ് മാർക്ക് കുറയാൻ കാരണം? മാർക്ക് കുറഞ്ഞവര് മാത്രം പറഞ്ഞാൽ മതി. സിനാൻ എക്സാം എഴുതിയായിരുന്നോ? സിനാനെ എന്തേ എന്തേ ഏതാ അയ്യോ, എനിക്ക് വേണ്ടിയിട്ട്? നിനക്ക് വേണ്ടിയിട്ട്? നിനക്ക് വേണ്ടിയിട്ടൊന്ന് എഴുതി കണ്ടാ മതി. അസറിന് മാത്സിന് എത്ര മാർക്ക്? ചാറ്റ് ബോക്സ് 15.5. ജോയല്, ജോഷുവ, ആൻമരിയ, എങ്ങനെയുണ്ട് മാത്സിന്റെ മാർക്ക്? ഇഷ്ടപ്പെട്ടോ? കുറച്ചും കൂടെ ആവാനുണ്ട്. ഫുള്ള് മാർക്ക് കിട്ടിയ പിള്ളേരുണ്ട്. ഫുൾ മാർക്ക് കിട്ടിയ പിള്ളേരുണ്ട്. 19 മാർക്ക് കിട്ടിയ പിള്ളേരുണ്ട്. എനിക്ക് 15-ന് താഴെ മാർക്ക് കിട്ടിയവരാണ്. എനിക്ക് ഇത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടും? ഇത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടും? എനിക്ക് തോന്നുന്നില്ലേ കിട്ടുമെന്ന്. അതും അന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ലേ? അന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തില്ലേ? ചെയ്തോ അക്സൻ? ചെയ്തു. അനഘ അന്ന് ക്ലാസ്സിൽ ഫുള്ളായിട്ട് കയറിയായിരുന്നോ?
ആകെപ്പാടെ പ്രശ്നമായി. അക്ഷയ് അക്ഷയ് ആ നീ എപ്പോഴാ ക്ലാസ്സിന് കയറിയതെന്ന്? സമയത്തിന് കയറിയോ? എന്നിട്ട് ക്ലാസ് നന്നായി ശ്രദ്ധിച്ചിരുന്നോ? ആ എന്നിട്ട് എന്തേ നിനക്ക് ഫുൾ മാർക്ക് കിട്ടാതിരുന്നു? ഉം എന്തേ ഫുൾ മാർക്ക് കിട്ടാതിരുന്നേന്ന്? ഏ എന്തേ ഫുൾ മാർക്ക് എന്തിനാ? എന്തേ 10 മാർക്ക് കിട്ടിയാ? ഇല്ല. അത്ര അ- എന്തേ അത്രയും ഒപ്പിക്കാണ്ടിരുന്നേ? നീ എന്ത് കാണിച്ച ക്യാമറ വെച്ചേക്കണേ? എനിക്ക് നിന്റെ വീട്ടിലൊക്കെ കണ്ണാടിയൊന്നും കാണണ്ട. എനിക്ക് നിന്റെ മുഖം ക്ലിയർ ആയിട്ട് കാണണം. നിന്റെ മുഖം ആ നിന്റെ മുഖം കണ്ടാ മതി. നീങ്ങിയിരിക്കും, കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങിയിരുന്നോ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട് ചുമരിന്റെ അടുത്തോട്ട്. ക്യാമറ കുറച്ചും കൂടി ഇങ്ങോട്ട് തിരിച്ചു വെച്ചേ. നിങ്ങള് ആ നിങ്ങള് വെറുതെ അങ്ങ് ഉഴപ്പാന്നൊന്നും വിചാരിക്കേ വേണ്ട കേട്ടാ. പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കുറച്ച് പിള്ളേരെ മാത്രം വെച്ചെടുക്കുന്നതാണ് അല്ലെ. അത് ഞങ്ങള് വെറുതെ ഞങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നതല്ല. ഞാൻ കാണിച്ചു തരാം. ഇത് ആദ്യത്തെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്ര. മനസ്സിലായോ? എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ, താഴെയൊന്നും നോക്കിയിരിക്കണ്ട. സ്വാതി, എല്ലാ ടീച്ചേഴ്സും പറഞ്ഞു സ്വാതി നന്നായി പഠിക്കുന്ന കുട്ടിയാ, നല്ല മാർക്കൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. മാത്സിന് കണ്ടില്ലല്ലോ, എന്ത് പറ്റി? ഉം ഏ എന്ത് പറ്റി? ആ ഹലോ പറ. സ്റ്റെപ്പ് എഴുതാത്തതിന് എങ്ങനെ മാർക്ക് തരിക? എവിടെന്ന് ഉത്തരം കിട്ടിയത് എങ്ങനെ മനസ്സിലാവാം നമുക്ക്? ആ സ്റ്റെപ്പ് എഴുതാത്തതിന് ഞാൻ 1.5 മാർക്കേ കുറച്ചിട്ടുണ്ടാവുള്ളൂ. ആ 1 വേർഡ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ മാത്സിന് അങ്ങനെ പറ്റുമോ? മാത്സിൽ ഒരു കാര്യമുണ്ട്, നിങ്ങൾ സ്റ്റെപ്പ് എഴുതുന്നത് അത് ആൻസർ ഷീറ്റിൽ തന്നെ എഴുതണം. വേറെ പേപ്പറിൽ എഴുതിയെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കോപ്പി അടിച്ചതാണ് കേട്ടോ. അപ്പൊ ഇനി മുതൽ സ്റ്റെപ്പ് എഴുതിയിട്ട് എഴുതാം. അപ്പൊ എന്താണ് തെറ്റെന്ന് മനസ്സിലായില്ലേ? അപ്പൊ അതനുസരിച്ച് കറക്റ്റ് ആയിട്ട് ഇനി ചെയ്യാം. ഓക്കെ. നല്ല മാർക്ക് കിട്ടിയ പിള്ളേരുണ്ട്. വൈഗ വൈഗയ്ക്ക് എത്ര? 19 അല്ലേ? അക്സാൻ 19, ദിൽഷൻ ദിൽദർ 20, അതൊക്കെ ഉണ്ട്. നിവേദിതയ്ക്ക് എത്രയായിരുന്നു? 16.5. അസറിന് എത്രയായിരുന്നു? 15.5 അല്ലേ? കൃഷ്ണജിത്തെ വിചാരിച്ച മാർക്ക് ഉണ്ടാ? അത്രയൊക്കെ മതിയോ? പോരാ. എല്ലാവർക്കും 15-ന് മേലെ മാർക്ക്. ഇത് മാർക്ക് കുറഞ്ഞവർക്ക്, 15-ന് താഴെ മാർക്ക് ഉള്ളവർക്ക് നമ്മൾ റീടെസ്റ്റ് വെക്കുന്നതായിരിക്കും. കാരണം അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നിട്ട് നിങ്ങൾക്ക് 15 മാർക്ക്. സിനാൻ മര്യാദക്ക് ഇരിക്കുന്നുണ്ടോ? സിനാനെ, ഇത് എവിടെ കൊണ്ട് ഫോൺ വെച്ചേക്കണേ? ഫോൺ താഴെ ഇട്ടിട്ട് നീ കസേരയും ഇരിക്കണോ? ഏ കാറിലാ? കാർ ഓടുന്നില്ലല്ലോ. അതിനെന്താ? നീ ഇപ്പൊ എവിടെ ഇരിക്കണ? ഫ്രണ്ട് സീറ്റിലാണോ ബാക്ക് സീറ്റിലാണോ? ബാക്ക് സീറ്റില്. സാറില്ല, ഫോൺ എടുത്ത് കയ്യിൽ പിടിച്ചേ. തലയ്ക്ക് നേരെ, ഇങ്ങനെ തലയ്ക്ക് നേരെ വെക്കുക ഫോൺ. ഇങ്ങനെ വെക്കുക ഫോൺ. അല്ലാണ്ട് ഫോൺ കൊണ്ടുവന്നിട്ട് താഴെ ഇട്ടിട്ട്. നീ എത്രയും പെട്ടെന്ന് എക്സാം എഴുതണം. ജസ്മി നല്ല മാർക്ക് ഉണ്ട് ഇല്ലേ? 19 അല്ലേ? സാറിന്റെ കറണ്ട് പോയി. ദൃശ്യക്ക് എന്ത് ചെയ്യാ? ദൃശ്യയുടെ ദൃശ്യം കാണുന്നില്ലല്ലോ. എന്താ വീഡിയോ ഓൺ ആക്കാത്ത? കാണട്ടെ ഞാൻ. ദൃശ്യ ദൃശ്യ ജിന ടീച്ചറെ, ദൃശ്യക്ക് എന്താ പ്രശ്നം? ദൃശ്യ ഇൻഫോംഡ് ആണോ വീഡിയോ ഓൺ ആക്കില്ലാന്ന്? ഓക്കെ. നമ്മളപ്പോ അരിത്തമെറ്റിക് സീക്വൻസസ് എന്താ എടുത്തതെന്ന് വല്ലതും ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? നല്ല ബോധം ഉണ്ടാ?
രണ്ട് ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചോ? രണ്ട് ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പഠിച്ചു. പിന്നെ നമുക്ക് അതിന്റെ മുന്നുള്ള ടേമും അത് കഴിഞ്ഞുള്ള ടേമും കണ്ടുപിടിക്കാൻ അറിയില്ലേ? അപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണെങ്കിൽ h3 is equal to 34, h6 is equal to 67. Write the arithmetic sequence. Okay. ജോയലും ജോഷുവും ഫോൺ മര്യാദയ്ക്ക് വെക്കുന്നുണ്ടെങ്കിൽ മാത്രം ക്ലാസ്സിൽ ഇരുന്നാൽ മതി. ഇങ്ങനെയാണോ ഫോൺ വെക്കുക? ഓട്ടോ റൊട്ടേഷൻ മോഡ് ഓൺ ആക്കി മര്യാദക്ക് ഇരിക്കി. നോട്ടൊക്കെ മര്യാദക്ക് എഴുതുവോ? പറയണത് അനുസരിക്കോ? നീ ജോയലാണോ ജോഷുവാണോ? ജോഷുവാ. പറയണത് അനുസരിക്കാൻ പറ്റുന്നവര് മാത്രം ക്ലാസ്സിന് കയറിയാൽ മതി. നമുക്ക് കേറുന്ന പിള്ളേരെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് തോന്നിവാസം കാണിക്കുന്ന പിള്ളേരെ പഠിപ്പിച്ചിട്ട് നമുക്ക് മാർക്ക് ഇല്ലാണ്ടായിട്ട് വെറുതെ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലായാ? പറഞ്ഞാൽ അനുസരിക്കുന്ന പിള്ളേരും നമ്മൾ പറയുന്നത് ചെയ്യാൻ എന്താ പറയാ താല്പര്യമുള്ള പിള്ളേരും മാത്രം കയറിയാൽ മതി. നമുക്ക് അങ്ങനെ. അതിഥി ജോണിന്റെ ആദ്യത്തെ മാത്സ് ക്ലാസ് ആണോ ഇത്? ജോണിന്റെ ആദ്യത്തെ ക്ലാസ് ആണോ ഇത്? ഓക്കെ. വേറെ ഒറ്റ ക്ലാസ്സിലും കയറിയിട്ടില്ല? ഇന്നലെ കയറിയായിരുന്നോ? ശനിയാഴ്ച? ഓക്കെ കേട്ടാ. ഇന്ന് മാത്സ് ആണ്. മിസ്സിന്റെ പേര് അമൃത എന്നാണ് കേട്ടോ. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞോ? ഇവിടെ നമുക്ക് ആകെ തന്നേക്കുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ 2 ടേംസ് ആണ്. ഓക്കെ, 2 ടേംസ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് ഡി എങ്ങനെ കണ്ടുപിടിക്കും? സിനാൻ, ജോയൽ, ജോഷുവ വീഡിയോ ഓൺ ആക്കിയില്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോവുക. അപ്പം മൂന്നാമത്തെ ടേം 34ഉം ആറാമത്തെ ടേം 67 ആണ്. കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അൻമരിയ പറയൂ. എങ്ങനെയാണോ ചെയ്യാം? ഓക്കെ, h6 മൈനസ് നമ്മളെപ്പോഴും എങ്ങനെ ചെയ്താൽ ആൻസർ കിട്ടും. എന്നാലും നമ്മൾ ചെയ്യുന്നത് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. h6 മൈനസ് h3 ഡിവൈഡഡ് ബൈ 6 മൈനസ് 3 ഇങ്ങനെയാണ് ചെയ്യണ്ട. അപ്പൊ h6 സിക്സ്ത് ടേം എന്താണ് പറഞ്ഞു? അൻമരി പറഞ്ഞു കേട്ടോ. അൻമരിയ 67 മൈനസ് 34 ബൈ 3 എന്തായിരിക്കും? (33 by 3) എന്താണ്? 11. ഓക്കെ ഓക്കെ മതി. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക? അക്ഷയ് എങ്ങനെയാ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക? പറയ്, അറിയോ? ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു തരും, പിന്നെ നീ എനിക്ക് ബാക്കിയുള്ളത് പറഞ്ഞു തരണം. ഇത് മൂന്നാമത്തെ ടേം തന്നിട്ടുണ്ട് അല്ലെ? മൂന്നാമത്തെ ടേം നമുക്ക് എന്താണ്? 34 ആണ് തന്നിട്ടുണ്ട്.
അതിന് മുന്നുള്ളത് രണ്ടാമത്തെ ടേം, അതിന് മുന്നുള്ളതാണ് ഈ ഫസ്റ്റ് ടേം അല്ലേ? അല്ലേ? നീ മ്യൂട്ട് ആക്കണ്ട, മ്യൂട്ട് ആക്കണ്ട, ഞാൻ പറഞ്ഞിട്ട് മ്യൂട്ട് ആക്കുന്നത്. അപ്പൊ ഈ 3-ൽ നിന്ന് ഈ 1-ലേക്ക് എത്താനായിട്ട് എത്രയുണ്ട്? എത്ര കുറയ്ക്കണം 3-ൽ നിന്ന് 1 ഏ എത്ര? 2 കുറയ്ക്കണം. അപ്പൊ 1-ലേക്ക് എത്താനായിട്ട് 3-ൽ നിന്ന് 2 കുറയ്ക്കണം. അതായത് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. മനസ്സിലായ? അങ്ങനെയാണ് ഈ 10ാമത്തെ ടേം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. 3ാമത്തെ ടേമിൽ നിന്ന് നമുക്ക് എവിടേക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? 10ാമത്തെ ടേം കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യാ? 3-ൽ നിന്ന് 10-ലേക്ക് എത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 7 കൂട്ടണം അല്ലെ? അപ്പോ 10ാമത്തെ ടേം കിട്ടാനായിട്ട് 3ാമത്തെ ടേമിന്റെ കൂടെ എന്ത് കൂട്ടണം? 7 പ്രാവശ്യം ഡി കൂട്ടണം. ഫോർമുല എങ്ങനെ എഴുതണേന്ന് പഠിച്ചാ? അമ്മ പഠിച്ചാ? അമ്മയ്ക്ക് മനസ്സിലായ? ആ നന്നായി. ആ അക്ഷയ് കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് നമ്മൾ എക്സാമിന് ഇട്ടേക്കുന്ന ക്വസ്റ്റിനെ നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് ഇട്ടത്. കാരണം നമുക്ക് ആകെ 2 ക്ലാസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിന് മുന്നേ, എക്സാമിന് മുന്നേ. അപ്പോൾ പിള്ളേർക്ക് ഇടാനായിട്ട് അധികം ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പോൾ ഒരേ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഇട്ടേക്കുന്നത് മുഴുവൻ. അതേപോലത്തെ ചോദ്യങ്ങൾ അന്നും കൂടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാ. അന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ചെന്നുണ്ടെങ്കിൽ 20-ൽ 20 കിട്ടിയേനെ. അക്ഷയ് അന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാ കയറിയത് ക്ലാസ്സിൽ. അക്ഷയ്ക്ക് ഓർമ്മയില്ലേ? എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. അന്നേരം ക്ലാസ്സിൽ പകുതിയപ്പ് കയറി വന്നിട്ട് നീ ലേറ്റ് ആയി എന്ന് പറഞ്ഞു. ആ അതന്നെ വീട്ടിലേക്ക് എത്തുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടേ ഇല്ല. അതാണ് അതാണ് കട. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നീ മറന്നല്ലേ? നമുക്ക് ഇവിടെയുള്ള ഓരോരുത്തരും ഓർമ്മയുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? ഒരാളെ പോലും നമുക്ക് നമുക്ക് കറക്റ്റ്. ഇന്നിപ്പോ ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരാളുടെ പേര് പറയുമ്പോൾ കറക്റ്റ് നമുക്കറിയാം. ആ ഇന്നാളെന്ന് നമുക്കറിയാം. നമ്മൾ എത്ര ക്ലാസ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം എടുത്തിട്ടുണ്ടോ? 9ാം ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഈ വർഷമാണ് ആദ്യം ഇട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് ഓരോരുത്തരെയും അറിയാം. കാരണം കുറച്ച് പിള്ളേരുള്ളൂ. അതുപോലെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാ. അലി എന്തിപ്പോ നേരത്തെ ഇങ്ങോട്ട് പോന്നേ? ഞാൻ പിടിച്ചോളാം. അപ്പൊ അക്ഷയ് ഇത് മനസ്സിലായോ എങ്ങനെ ചെയ്യുന്നതെന്ന്? ആ ഇനി വേറെ കാര്യം ചോദിക്കട്ടെ. നിനക്ക് 3ാമത്തെ ടേം അറിയാം. നിനക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു 20ാമത്തെ ടേം കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കും. x20 കണ്ടുപിടിക്കണം. അപ്പൊ നീ എന്താ ചെയ്യാ? ആ 20 കണ്ടുപിടിക്കേണ്ടത്. x20 കണ്ടുപിടിക്കണം. അപ്പൊ 3ാമത്തെ ടേമിന്റെ കൂടെ എത്ര കൂട്ടിയാലാ 20 ആവാ? 3-ൽ നിന്ന് 20 ആവാൻ എത്ര കൂട്ടണം? 3-ന്റെ കൂടെ എത്ര കൂട്ടിയാലാ 20 ആവാ? ഇനി 3 പ്രശ്നം, അത് മാറ്റാം. 5. 5ാമത്തെ ടേം അറിയാം നിനക്ക്. 20ാമത്തെ ടേം കണ്ടുപിടിക്കാൻ നീ എത്ര കൂട്ടും? അന്നപ്പം 3-ന്റെ കാര്യം പറയുന്നത്. 5ാമത്തെ ടേമിന്റെ കൂടെ എത്ര കൂട്ടണം? 15 കൂട്ടണം. 15 കൂട്ടണം. അപ്പൊ 15D. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫോർമുല. മനസ്സിലായ? ഇതാരത്? ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ഡി എന്ന് പറയുന്നത് 11 അറിയാം. 3ാമത്തെ ടേം എന്ന് പറയുന്നത് 34 അറിയാം. 1ാമത്തെ ടേം കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്തത് അക്ഷയ്? 3ാമത്തെ ടേമിൽ നിന്ന് 2 പ്രാവശ്യം ഡി കുറച്ചു. 3ാമത്തെ ഏതാ? ആരോട് വർത്താനം പറയണേ? സിനാനാണോ? അല്ല.
മൂന്നാമത്തെ ടേമിന്റെ കൂടെ 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. അപ്പൊ മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് എന്താ? 34. 34ൽ നിന്ന് 2 ഇൻറ്റു ഡി കുറയ്ക്കണം, 11 കുറയ്ക്കണം. മനസ്സിലായോ? 34 മൈനസ് 2 ഇൻറ്റു 11. അപ്പോ 34 മൈനസ് 22. അപ്പൊ നമുക്ക് എന്ത് വരും? 12. ഇതാണ് ആദ്യത്തെ ടേം. ഇനി അടുത്തത് കിട്ടാൻ, രണ്ടാമത്തെ ടേം കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒന്നാമത്തേന്റെ കൂടെ 1 പ്രാവശ്യം ഡി കൂട്ടിയാൽ മതി അല്ലേ? അപ്പോ ഒന്നാമത്തെ ടേം 12, 12ന്റെ കൂടെ ഡി കൂട്ടുമ്പോൾ 23. മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ ചെയ്യാം? ഈ 23ന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടാം. അപ്പൊ 34. ഇങ്ങനെയാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടുക. സീക്വൻസ് പറയുന്നത് 12, 23, 34 എക്സെട്ര. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനും പഠിച്ചു. ആ സീക്വൻസിലെ ഏത് ടേം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ആ സീക്വൻസിലെ ഏത് ടേം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ജീന ടീച്ചറെ, അതിഥി, ജാൻവി, ജോയല് ഇവരൊക്കെ ഇൻഫോംഡ് ആണോ? എന്തേ ജാൻവി? ആ അതിഥി ഇൻഫോംഡ് ആണോ ജീന ടീച്ചറെ? ജാൻവി, ജാൻവി ഫോൺ ഇങ്ങനെ വെക്കാനാണോ പറഞ്ഞേക്കണേ? മനീഷ് സാർ പറഞ്ഞല്ലോ, മനീഷ് സാറിന്റെ ക്ലാസ്സിൽ ക്യാമറ ഓൺ ചെയ്യും, ആര്യ ടീച്ചറിന്റെ ക്ലാസ്സിൽ ക്യാമറ ഓൺ ചെയ്യും, അമൃത മിസ്സിന്റെ ക്ലാസ്സിൽ വരുമ്പോഴാണ് എല്ലാവർക്കും ക്യാമറ ഓഫ്. അതെന്താണ് അങ്ങനെ? ആരാത്? ആ കോമൺ ഡിഫറൻസ് നമ്മൾ 11 കണ്ടുപിടിച്ചു. മൂന്നാമത്തെ പദം എന്താണെന്നറിയാം? 34ആണ് മൂന്നാമത് കിടക്കുന്നത്. ഓക്കെ, 1 ഉണ്ട്, 2 ഉണ്ട്, മൂന്നാമത് കിടക്കുന്നത് 34. ഇതിന്റെ കൂടെ ഡി കൂട്ടുമ്പോഴാണ് ഇത് കിട്ടുന്നത്, ഇതിന്റെ കൂടെ ഡി കൂട്ടുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അതറിയാലോ. നമ്മൾ ഇങ്ങോട്ട് പോകുന്തോറും ഡി എന്ന് പറയുന്ന ഇവിടെ നമുക്ക് ഡി 11 ആണല്ലോ, 11 കൂട്ടിയാണ് പോകുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ, അതായത് മൂന്നാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദത്തിലോട്ട് വരാനായിട്ട് എത്ര കുറയ്ക്കണം? 2 കുറയ്ക്കണം. അപ്പൊ ഒന്നാമത്തെ പദം കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൂന്നാമത്തതിൽ നിന്ന് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറയ്ക്കാം. അപ്പൊ നമുക്ക് 34ൽ നിന്ന് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു 11, അതായത് 22. 34ൽ നിന്ന് 22 ഒന്ന് കുറച്ചേ. 4ൽ നിന്ന് 2 പോയി 12. അക്ഷയ് തന്നെയല്ലേ പറയണേ? ഒന്നുമില്ലടാ. 12. അപ്പൊ ഒന്നാമത്തെ പദം 12 ആണെന്ന് കിട്ടി. ഒന്നാമത്തെ പദം 12 ആണെന്ന് കിട്ടി. രണ്ടാമത്തത് എങ്ങനെ കിട്ടുക? ഇതിന്റെ കൂടെ എന്താ കൂട്ടാൻ പറഞ്ഞത്? 2 ആണോ? ഡി കൂട്ടണം. അപ്പൊ 11 കൂട്ടുക. അപ്പൊ 23. മനസ്സിലായോ? ഏത്? ഇല്ല, ടി എടുക്കുന്നത് എക്സിന് വരാം. ചിലപ്പോ നിങ്ങളുടെ സ്കൂളിൽ T1 T2 ഇങ്ങനെയാണോ പഠിപ്പിക്കണേ? ആണോ? ആർക്കിവിടെയൊക്കെ സ്കൂളിൽ ടി ഉപയോഗിക്കുന്നുണ്ട്? ടി ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ആരുടെയൊക്കെ സ്കൂളിൽ എക്സിന് പകരം ടീന്ന് ഉപയോഗിക്കുന്നുണ്ട്? ഒരാളുടെ ഉള്ളൂ. അതായത് ഈ മൂന്നാമത്തെ പദം, ഒന്നാമത്തെ പദത്തിന് പകരം T1, രണ്ടാമത്തേന് T2, മൂന്നാമത്തേന് T3, അങ്ങനെയാണ്. ജസ്റ്റ് എക്സിന് പകരം ടി എടുക്കുന്നു എന്ന് മാത്രം, അല്ലാണ്ട് വേറെ പ്രത്യേകതയൊന്നും ഇല്ലാട്ടെ. T3 മൈനസ്
ഡി ഡി കാണാനായിട്ട്. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഹലോ, എന്നെ കാണാനില്ലേ? ജീന ടീച്ചർക്ക് എന്നെ കാണാവോ? എനിക്ക് നിങ്ങളെ കാണാനില്ലല്ലോ. ഹലോ, നിങ്ങൾക്ക് മിസ്സിനെ കേൾക്കാമോ? എന്താ കാണണേ? ജീന ടീച്ചർ ജീന ടീച്ചറെ ടീച്ചർ തിരിച്ച് എന്നെ ആക്കാമോ? സർ, ജീന ടീച്ചറിന്റെ കോ ഹോസ്റ്റ് ആക്കാൻ പറഞ്ഞു. കോ ഹോസ്റ്റ് ആയി കഴിഞ്ഞപ്പോ ആള് ഹോസ്റ്റ് ആയി. ജീന ടീച്ചറെ കാണാൻ തിരിച്ചാക്കാൻ പറ്റുള്ളൂ. മ്യൂട്ടാട്ടോ. ആ ജീന ടീച്ചറിനെ കോ ഹോസ്റ്റ് ആക്കാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ കേക്കാലോ അല്ലേ? മിസ്സിനെ കാണാലോ? സന്തോഷായില്ലേ? സന്തോഷായില്ലേ എല്ലാവർക്കും? അല്ലെങ്കിൽ മിസ്സിനെ കാണുമ്പോ വലിയ സന്തോഷം ഇല്ലേ? അതാരാ ഇല്ലാത്താണ്? സിനാനല്ലേ? നിനക്ക് എന്നെ വലിയ ഇഷ്ടമില്ല എന്നൊക്കെ അറിയാം. നിനക്കല്ല, അധികം ആർക്കും എന്നെ വലിയ ഇഷ്ടമില്ല. എന്താ ചെയ്യാ? സാരില്ല, കുറച്ച് ഇഷ്ടം കുറവ് മതി എന്നാണ് എനിക്കിപ്പോ നിങ്ങളുടെ മാർക്ക് കണ്ടപ്പോ തോന്നിയത്. ഒന്നും പറയണ്ട. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവാം. What is the 25th term of the arithmetic sequence 1, 11, 21, etc.? 25ാമത്തെ ടേം എന്തായിരിക്കും? സിമ്പിൾ അല്ലേ? ഓക്കെ, ഈ തന്നിരിക്കുന്ന സീക്വൻസിന്റെ 25ാമത്തെ ടേം എന്താണ്? ഈ തന്നിരിക്കുന്ന സീക്വൻസിന്റെ 25ാമത്തെ ടേം എന്തായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കുക? സ്റ്റെയിൻസ് വല്ല ഐഡിയ ഉണ്ടോ? അങ്ങനെയാണ് പറഞ്ഞാൽ മതിയല്ലോ, എളുപ്പമായി. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താ? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താ? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് നിങ്ങൾക്ക് വീണ്ടും എക്സാം വരുന്നുണ്ട് കേട്ടോ, 24-ാം തീയതി. സന്തോഷമായില്ലേ? ആരെങ്കിലും പറഞ്ഞേ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താ? ആരെങ്കിലും ഒക്കെ പറയുന്നേ. 9. അതാരാ പറഞ്ഞാള്? അതാരത്? മാറിപ്പോയതാർക്ക്? ഞാൻ എന്ന് വെച്ചാ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 10. 11-ൽ നിന്ന് 1 കുറച്ചാൽ 10. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ടേം വരെ അറിയാം അല്ലെ? മൂന്നാമത്തെ ടേം വരെ അറിയാം. അപ്പോ അല്ലെങ്കിൽ ഒന്നാമത്തെ ടേം അറിയാലോ. 25ാമത്തെ ടേമാണ് കണ്ടുപിടിക്കുന്നത്. 25ാമത്തെ ടേം കണ്ടുപിടിക്കാൻ
ഒന്നാമത്തെ ടേമിന്റെ കൂടെ എന്തായിരിക്കും കൂട്ടണ്ടേ? 1-ൽ നിന്ന് 25-ലേക്ക് എത്താൻ എത്ര വേണം? എത്ര വേണം സിനാനെ? 1-ൽ നിന്ന് 25-ലേക്ക് എത്താൻ എത്ര വേണം സിനാനെ? നീ വർത്താനൊന്നും പറയണ്ട, നീ പറ സിനാനോട്. 1-ൽ നിന്ന് 25-ലേക്ക് എത്താൻ എത്ര വേണം? അതറിയില്ലേ? LKG പിള്ളേരോട് ചോദിക്കുന്ന ചോദ്യം. എനിക്കറിയില്ല എന്നാ. 1-ന്റെ കൂടെ എത്ര കൂട്ടിയാലാടാ 25 കിട്ടാ? പറ നീ. ഉമ്മ പറഞ്ഞു തരും. ഓ ആ മതി. ആ ഓക്കെ ഓക്കെ. സിനാൻ, 1-ന്റെ കൂടെ എത്ര കൂട്ടിയാലും 25 കിട്ടാന്ന് വേഗം പറ, സമയമില്ല. ഓ വലിയ ഉപകാരം. 24. അപ്പൊ ഒന്നാമത്തെ ടേമിന്റെ കൂടെ 24 പ്രാവശ്യം ഡി കൂട്ടണം. 24 പ്രാവശ്യം ഡി കൂട്ടണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 25-ാമത്തെ ടേം കിട്ടും കേട്ടോ. ഒന്നാമത്തെ ടേം എന്താണെന്നറിയാലോ? 1 പ്ലസ് 24 ഡി എന്ന് പറഞ്ഞാൽ 24 ഇൻറ്റു 10. 24 ഇൻറ്റു 10 എന്താണ്? 24 ഇൻറ്റു 10. വേറെ അല്ലാതെ ആൻസർ ചാറ്റ് ബോക്സിലിട്ടെ. ആ യെസ്, വെരി ഗുഡ് സ്വാതി. യുമ്ന പറഞ്ഞു. അധിക യുമ്ന ഞാൻ പറയും. നിന്റെ ആൻസർ പറ. ഗൗരിനന്ദ ശ്രദ്ധിക്ക്. ആ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എത്ര കിട്ടാന്ന്? 24-ഉം 10-ഉം വെറുതെ 24-ന്റെ കൂടെ 0 ഇട്ട് കൊടുത്താ പോരെ? 240 കേട്ടാ. 240 പ്ലസ് 1 241. അപ്പൊ 25-ാമത്തെ ടേം എന്ന് പറയുന്നത് 241 കഴിഞ്ഞ കൊല്ലം നീ സംസാരിക്കുമ്പോ ഹാൻഡ് റൈസ് ചെയ്തിട്ട് സംസാരിച്ചു പറയടാ. ആ 240 കിട്ടിയത്. ആ എടാ, നമ്മൾ ഒന്നാമത്തെ ടേമിന്റെ കൂടെയാണല്ലോ 24 ഡി കൂട്ടുന്നത്. 24 ഡി എന്ന് പറയുന്നത് 240. ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് 1. അപ്പൊ 240-ന്റെ കൂടെ 1 കൂട്ടണം. മനസ്സിലായോ? കഴിഞ്ഞ എല്ലാവരും എഴുതി കഴിഞ്ഞാ? അടുത്ത ചോദ്യം. The 10th term of an arithmetic sequence is 46 and its 11th term is 51. അതായത് 10-ാമത്തെ ടേമും അടുത്തടുത്തുള്ള ടേംസ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. 10-ാമത്തെ ടേം 46, 11-ാമത്തെ ടേം 51. വാട്ട് ഈസ് ദി ഫസ്റ്റ് ടേം? ഒന്നാമത്തെ ടേം എന്താണെന്ന് ചോദിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്ത് പറയാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം അല്ലെ. ആദ്യം തന്നെ കോമൺ ഡിഫറൻസ് അടുത്തടുത്തുള്ളതായതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. അതായത് 11-ാമത്തതിൽ നിന്ന് 10-ാമത്തത് കുറച്ചാൽ മതി. 11-ാമത്തതിൽ നിന്ന് 10-ാമത്തത് കുറയ്ക്കാം. അപ്പൊ എന്ത് വരും? 51 മൈനസ് 46 എത്രയാ? 5. കോമൺ ഡിഫറൻസ് എന്താ വന്നത്? 5. നമ്മളോട് ഒന്നാമത്തെ ടേം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഒന്നാമത്തെ ടേം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 10-ാമത്തെ ടേമിൽ നിന്ന് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആരോട് ചോദിക്കാൻ? ജാൻവി പറഞ്ഞേ. ജാൻവി, ഒന്നാമത്തെ ടേം കണ്ടുപിടിക്കാൻ നമ്മൾ 10-ൽ നിന്ന് എന്ത് ചെയ്യണം? എന്ത് മൈനസ് ചെയ്യണം? 10-ൽ നിന്ന് 5-ാമത്തെ ടേം മൈനസ് ചെയ്യണം. 5-ാമത്തെ ടേം കൂടെ തന്നിട്ടുണ്ടോ? ജാൻവിയെ, 10-ാമത്തെ ടേം നമുക്കറിയാം. 10-ൽ നിന്ന് നമ്മൾ എവിടെ വരെ എത്തണം? കേൾക്കാനും പാടില്ലേ മിസ് പറയണത്?
10ൽ നിന്ന് ഒന്നാമത്തെ ടേമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഒന്നാമത്തെ ഫസ്റ്റ് ടേം കേട്ടാ. ആ 10ൽ നിന്ന് 1ലേക്ക് എത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ അങ്ങനെയാണ്. അപ്പം ജാൻവിക്ക് പരീക്ഷയ്ക്ക് 10 മാർക്ക് ആണ് ആദ്യം ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ പരീക്ഷയ്ക്ക് 1 മാർക്ക് കിട്ടി. അത് ജാൻവി നന്നായി പഠിച്ചതുകൊണ്ടായിരിക്കും അല്ലെ? നന്നായി പഠിക്കുമ്പോഴാണോ മാർക്ക് കുറയാം? ആണോ? ആ 10ൽ നിന്ന് നമ്മൾ 1ലേക്ക് എത്താനായിട്ട് നമ്മൾ കൂട്ടാണോ കുറയ്ക്കാണോ ചെയ്യാം? ഗുണിക്കണോ? കൂട്ടണം. അപ്പൊ ജാൻവിയുടെ കയ്യില് 10 മിഠായി ഉണ്ടായി. പിന്നെ തീറ്റ കാര്യം വെച്ച് പറയാം, അതാവുമ്പോ നമുക്ക് പെട്ടെന്ന് കത്തും അല്ലെ? എല്ലാവർക്കും അങ്ങനെയല്ലേ? എനിക്ക് അങ്ങനെയാ. ജാൻവിയുടെ കയ്യില് 10 മിഠായി ഉണ്ടായി. അത് ഞാൻ എങ്ങനെ ഞാനൊരു സ്ഥലം വരെ പോയി പോകുന്ന സമയത്ത് ജാൻവിയുടെ കയ്യില് 10 മിഠായി ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പം ജാൻവിയുടെ കയ്യില് 1 മിഠായി ഉള്ളൂ. എന്താ കാരണം? എന്താ കാരണം? എന്താ കാരണം എന്ന് എനിക്ക് മനസ്സിലായില്ല. കറക്റ്റാണ്, കഴിച്ചു അല്ലേ? നമ്മള് സാപ്പിട്ടാച്ച് അല്ലേ? അതായത് എത്ര എണ്ണം കഴിച്ചിട്ടുണ്ടാവും? കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഫുഡിന്റെ കാര്യം വരുമ്പോ എല്ലാരും കറക്റ്റ് ആയിട്ട് പറയും. 9 എണ്ണം കഴിച്ചു അല്ലെ? അതായത് 9 എണ്ണം ആ 10 എണ്ണം ഉണ്ടായിരുന്നതിൽ നിന്ന് 9 എണ്ണം കൂടിയോ കുറഞ്ഞോ? ഏത് പറ, ഒന്ന് ഉറപ്പിച്ച് പറ. കുറഞ്ഞു. അപ്പൊ 10ൽ നിന്ന് 1ലോട്ട് വരാനായിട്ട് നമുക്ക് എന്താ വേണ്ടത്? കൂടണോ കുറയ്ക്കണോ? കുറയ്ക്കണം. എത്ര എണ്ണം കുറയ്ക്കണം? 9 എണ്ണം കുറയ്ക്കണം കേട്ടാ. അപ്പൊ 10ാമത്തെ ടേമിൽ നിന്ന് 1ാമത്തെ ടേമിലേക്ക് അറിയാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ജാൻവി? 9 കുറയ്ക്കാന്ന് പറയുന്നത് മൈനസ് ആണോ പ്ലസ് ആണോ? മൈനസ് എന്താണ്? 9 ആണോ അല്ലെ? 9 ഡി. ഓക്കെ ജാൻവി, മ്യൂട്ട് ആക്കണ്ട. ഇനി ഈ 10ാമത്തെ ടേം എന്താ? x10. x10 എന്താന്ന്? 10ാമത്തെ പദത്തിന്റെ വാല്യൂ എന്താന്ന്? ശരിക്കും കണ്ണ് തുറന്ന് നോക്ക്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞോ? 46 മൈനസ് 9d എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? 9 സർ ആശിഷ് സർ അല്ലേ? പറ. 10ാമത്തെ ടേമിൽ നിന്ന് 1ാമത്തെ ടേമിലേക്ക് എത്താനായിട്ട് 9 പ്രാവശ്യം ഡി കുറയ്ക്കണം. 9d എന്ന് പറഞ്ഞാൽ എന്താ ജാൻവി? 9 d തമ്മിൽ എന്താ ചെയ്തേക്കുന്നേ? പറ അങ്ങോട്ട്, അറിയോ? സ്റ്റെയിൻസ് പറഞ്ഞേ. 9d എന്ന് പറഞ്ഞാൽ എന്താ? നിന്നോട് ആരാ അറിയില്ല എന്ന് പറയാൻ പറഞ്ഞേ? അങ്ങോട്ട് അറിയില്ല എന്ന് പറഞ്ഞ എളുപ്പമായില്ലോ അല്ലെ? 10ാം ക്ലാസ്സിൽ പഠിക്കണവന് 9d എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയില്ല അത്ര. ഒന്ന് ആലോചിക്കുന്ന പോലും ഇല്ല. എടുത്തടിച്ചോളം പറയാം, അറിയില്ല അത്ര. 9ഉം d യും തമ്മില് പ്ലസ് ആണോ ചെയ്തേക്കുന്നത്
മൈനസ് ആണോ ചെയ്തേക്കുന്നത്, ഇൻറ്റു ആണോ, ഡിവിഷൻ ആണോ? എങ്ങനെ വരുമ്പോഴാണ് 9D എന്ന് പറയാം? പ്ലസ് അല്ലേ? ഒമ്പത് ഇൻറ്റു ഡി ആണ് നടന്നേക്കുന്നത് കേട്ടോ. 9 ഇൻറ്റു ഡി. ഒരു 100 പ്രാവശ്യം പറയണ്ട്. ഒരു പ്രാവശ്യം ശ്രദ്ധിച്ചാൽ കിട്ടില്ലേ? ഒരു പ്രാവശ്യം ശ്രദ്ധിച്ചാല് 46 മൈനസ് 9 ഇൻറ്റു ഡി. 9 ഇൻറ്റു 5 45. ആൻസർ 1. ബാക്കിയുള്ള പിള്ളേരുടെ സമയമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് രണ്ടാമത്തെ ചോദ്യം. റൈറ്റ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഇനി മിസ്സിന്റെ ക്യാമറ സ്റ്റക്ക് ആണോ എല്ലാവർക്കും? അല്ല, ഓക്കെ ആണ്. അതാരാ സ്റ്റക്കായ ആളാരാ? സ്വാതിക്ക് മിസ് സ്റ്റക്കാ? ആ, പിന്നെ വേറെ ആർക്കാ പ്രശ്നം? അക്ഷയ്ക്കാണോ? ഫസ്റ്റ് 5 ടേംസ് എഴുതാൻ പറഞ്ഞ ഒന്നാമത്തെ ടേം നമുക്ക് കിട്ടി 1 ഡി എന്ന് പറയുന്നത് 5. ഇനി കൂട്ടി കൂട്ടി പോയാൽ പോരാ. 1ന്റെ കൂടെ 5 കൂട്ട 6, 6ന്റെ കൂടെ 5 കൂട്ട 11, 11ന്റെ കൂടെ 5 കൂട്ട 16, ഇങ്ങനെ പോകും. ഇതാണ് നമ്മുടെ സീക്വൻസ് കേട്ടോ. അത്രേ ഉള്ളൂ. ആദ്യത്തെ 5 ടേംസ് കാണാൻ പറഞ്ഞതുകൊണ്ട് 21 വരെ എഴുതാം. ദൃശ്യ മാത്സ് എക്സാം എഴുതിയായിരുന്നോ? എത്രയായിരുന്നു മാർക്ക് ഓർമ്മയുണ്ടോ? പറയാൻ പറ്റുമോ? ചാറ്റ് ബോക്സിൽ ഇട്ടോ. അടുത്തത്. What is the 21st term of the arithmetic sequence? 100, 95, 90, etc. 16 മാർക്ക്. അത്ര നല്ല മാർക്കാണ്. പക്ഷെ 20ൽ 20 മേടിക്കാമായിരുന്നു. കാരണം ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ജോയല് ജോഷുവ എവിടെ ഒരാള്? ഇതാരെ ഇരിക്കണ? ജോയലാണോ ജോഷുവാണോ? അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്യടാ. എന്താ? ഒന്നും മനസ്സിലാവാത്തോണ്ട് കുഴപ്പമില്ല. ഒന്നും മനസ്സിലാവണം നീ പറയണത്. ഫസ്റ്റ് ടേം 100. കോമൺ ഡിഫറൻസ് എന്താ മക്കളെ? കോമൺ ഡിഫറൻസ് 5 ആണോ? അല്ല, അതാണ് നിങ്ങൾക്ക് തെറ്റുപറ്റാട്ടാ. യെസ്. ബാക്കിൽ നിന്ന് വേണം മൈനസ് ചെയ്യാൻ. 95ൽ നിന്ന് 100 കുറയ്ക്കണം കേട്ടാ. 95ൽ നിന്ന് 100 കുറയ്ക്കാം. 95ൽ നിന്ന് 100 കുറയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ മൈനസ് വരും. -5. -5 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. ഇനി ഒന്നാമത്തെ ടേം അറിയാം അല്ലെ? 21ാമത്തെ ടേം ആണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ 21ാമത്തെ ടേം എന്ന് പറയുന്നത് ഒന്നാമത്തെ ടേമിന്റെ കൂടെ എത്ര കൂട്ടണം? 1ന്റെ കൂടെ എത്ര കൂട്ടിയാലും 21 ആവാ? 20 കൂട്ടണം അല്ലെ? ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് 21ാമത്തെ ടേം എന്ന് പറയുന്നത് ഒന്നാമത്തെ ടേമിന്റെ കൂടെ 20 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. മനസ്സിലാവണ്ടോ കൃഷ്ണജിത്തെ? ഇനി വേറെ കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാഞ്ഞാലും നിങ്ങൾ പേപ്പറിനകത്ത് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടില്ല. ഈ ഫോർമുല എഴുതാണ്ട് നിങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ആൻസർ ഷീറ്റില് നിങ്ങൾ ഫോർമുലയോട് കൂടി എഴുതണം കേട്ടാ. വെറുതെ ആൻസർ മാത്രം പറക്കി എഴുതി കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാവുക? ഇനി ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് 100 പ്ലസ് 20D. 20D എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു ഡി ആണല്ലോ. 20 ഇൻറ്റു -5. നമുക്കറിയാം ആദ്യം കൂട്ടലല്ല ചെയ്യേണ്ടത്, ആദ്യം ഗുണനം. മൾട്ടിപ്ലിക്കേഷൻ വേണം ആദ്യം ചെയ്യാനായിട്ട്. അപ്പൊ 20ഉം 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 20 ഇൻറ്റു 5 100. ഓക്കെ. ഇത് 20 എന്ന് പറയുന്നത് പോസിറ്റീവും 5 എന്ന് പറയുന്നത് നെഗറ്റീവാ. അപ്പൊ പോസിറ്റീവും നെഗറ്റീവും കൂടി ചേർന്ന് എന്താവും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ 100
ഇവിടെ എന്ത് വരും? -20 × 5 100. 100 - 100 0. മനസ്സിലായോ എല്ലാവർക്കും? ഈ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരും. നമ്മൾ ചെയ്തത് ഈ ഒരു സംഭവം നോക്കിയേ. ഇൻ എനി അരിത്തമെറ്റിക് സീക്വൻസ് ദ ചേഞ്ച് ഇൻ ടേംസ് is the product of the change in position and the fixed number. The change in terms, അതായത് ശ്രദ്ധിച്ചേ, മിസ് പറയുന്നത് കേട്ടെ, എഴുതാൻ വരട്ടെ. ചേഞ്ച് ഇൻ ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് ടേമുകളുടെ വ്യത്യാസം. ഇതാണ് രണ്ട് പദങ്ങളുടെ വ്യത്യാസം. മനസ്സിലായ? ചേഞ്ച് ഇൻ ടേംസ് എന്ന് പറഞ്ഞാല് രണ്ട് പദങ്ങളുടെ വ്യത്യാസം, രണ്ട് ടേംസ് തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. അതാണ് H6 - H3 എന്ന് പറയുന്നത്. ഇത് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, പ്രൊഡക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ പൊസിഷൻ. ഈ H6 എന്ന് പറഞ്ഞാല് ഇത് ആറാമത്തെ ടേം എന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ പൊസിഷൻ 6ആണ്. H3 എന്ന് പറഞ്ഞാൽ അത് മൂന്നാമത്തെ പദം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ പൊസിഷൻ 3ആണ്. മനസ്സിലായോ പറഞ്ഞത്? H6 H3 എന്ന് പറഞ്ഞാല് അത് ടേംസ്. H6 എന്ന് പറയുന്ന ടേം, ഇതിന്റെ പൊസിഷൻ 6. H3 എന്ന് പറയുന്നത് മൂന്നാമത്തെ പദം, ഇതിന്റെ പൊസിഷൻ 3. H100 എന്ന് പറഞ്ഞാൽ എന്താ? നൂറാമത്തെ പദം, ഇതിന്റെ പൊസിഷൻ 100. മനസ്സിലായോ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ അസംബ്ലിയിൽ നിരന്ന് നിൽക്കാന്ന് വിചാരിക്കും. അസംബ്ലിയിൽ നിരന്ന് നിൽക്കുക. എല്ലാവരും സ്കൂളിൽ അസംബ്ലി ആക്കിയില്ലേ? ഉണ്ടോ ജോണേ? അപ്പോ അസംബ്ലിയിൽ നിരന്ന് നിൽക്കാന്ന് വിചാരിക്കും ജോണേ. അപ്പോ ഹൈറ്റ് അനുസരിച്ചിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക അല്ലെ? അപ്പോ ഒരു ക്ലാസ്സിൽ 36 കുട്ടികളുണ്ടെന്ന് വിചാരിക്കും. 36 കുട്ടികളുണ്ട്. ഇതില് ജോൺ നിൽക്കുന്നത് എത്രാമത്തെ പൊസിഷനിൽ ജോൺ നിൽക്കുക ജോണെ? അറിയോ? ഫ്രണ്ടിൽ നിന്ന് എത്രാമത്തെയാണ്? 5ാമത്തെ പൊസിഷനിലാണ് ജോൺ നിൽക്കുന്നത്. അപ്പൊ ജോണിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 5ഉം, ഇതാണ് ജോണിന്റെ പൊസിഷൻ. 5 എന്ന് പറയുന്നതാണ് ജോണിന്റെ പൊസിഷൻ. H5 എന്ന് പറയുന്നത് ജോണും ആണ്. അതായത് 5ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് H5. മനസ്സിലായോ? 5ാമത്തെ പൊസിഷനിൽ 5ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് H5. ക്ലിയർ അല്ലേ പറഞ്ഞത്? ക്ലിയർ ആണോ എല്ലാവർക്കും? അലിക്ക് ക്ലിയർ ആയോ? അലി അപ്പോ അലി നിൽക്കുന്നത് എത്രാമതായിട്ട് അസംബ്ലിയിൽ? 17ാമതാണ് അലി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ 17 എന്ന് പറയുന്നത് അലിയുടെ പൊസിഷൻ അല്ലെ? അലി നിൽക്കുന്ന സ്ഥാനം. അലി H17 എന്നാണ് അലീനെ അറിയപ്പെടുക. നമ്മുടെ ജേഴ്സിമൊക്കെ നമ്പർ അടിക്കുന്ന പോലെ അലിയുടെ പുറത്തടിച്ചിരിക്കുന്ന നമ്പർ ആയിരിക്കും H17. ജോണിന്റെ ആയിരിക്കും H5. ക്ലിയർ ആയോ പറഞ്ഞത് എന്താന്ന്? ഓക്കെ. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് ചേഞ്ച് ഇൻ ടേംസ് നമുക്കറിയാലോ. H6 - H3 6 വരാം അല്ലെ? H10 - H4 / 10 - 4 എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് അല്ലേ? 10ാമത്തെ ടേമിൽ നിന്ന് 4ാമത്തെ ടേം കുറച്ചിട്ട് 10 - 4 ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും അല്ലെ? ഈ 10 - 4ന് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ H10 - H4 = D × 10 - 4. അങ്ങനെ വരില്ലേ? 10 - 4 ഇവിടെ ഉണ്ട്. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എങ്ങനെ വരിക? താഴെ ഉണ്ടായിരുന്നത് മുകളിലോട്ട് പോകും അല്ലെ? ഇതാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതായത് രണ്ട് ടേംസിന്റെ ഡിഫറൻസ്, ചേഞ്ച് ഇൻ ടേംസ്, അതാണ് ഇത് എന്ന് പറയുന്നത്. എന്തിന്റെ പ്രൊഡക്റ്റിനോട് ഈക്വൽ ആണ്? എന്തിന്റെ ഗുണനത്തിനോട് ഈക്വൽ ആണ്? ചേഞ്ച് ഇൻ പൊസിഷൻ. പൊസിഷൻസിന്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ 10 - 4 ആൻഡ് എ ഫിക്സഡ് നമ്പർ ആണ് D. അപ്പൊ പറയുവാണ് രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കാണാനായിട്ട് ആ പൊസിഷൻസ് തമ്മിൽ മൈനസ് ചെയ്തിട്ട് D വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നാ പറയുന്നത്. ക്ലിയർ ആയി? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എക്സാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി മനസ്സിലായി? ആരാ?
ഞാനാണ് അക്ഷയ്. അതെന്താ അവിടെ നെറ്റിന്റെ വല്ല പ്രശ്നമുണ്ടോ? ജസ്മി, ഞാൻ ഹോംവർക്ക് തന്നില്ല കേട്ടോ. ഹോംവർക്ക് തന്നില്ല. എന്താടാ എന്താടാ എടാ, നെറ്റിന്റെ പ്രശ്നമായിരിക്കും. നെറ്റിന്റെ നീ ഒന്ന് തന്നെ ലെഫ്റ്റ് ആയിട്ട് ഒന്ന് ജോയിൻ ആക്കി നോക്കി. അതാരത്? ഹോംവർക്ക് തന്നില്ല. ക്വസ്റ്റ്യനാ? ഏത് ക്വസ്റ്റ്യൻ? ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചില്ലല്ലോ. അത് എപ്പോഴാണ് ക്വസ്റ്റ്യൻ കാണിച്ചത്? വേഗം എഴുതി. The third term of the arithmetic sequence is 15 and the eighth term is 35. What is the 13th term? What is the 23rd term? ക്വസ്റ്റ്യൻ എഴുതിയോ? ഇത് മുന്നത്തെ ആ ഒരു രണ്ടാമത്തെ ടേം കൂടി. ഒരു മിനിറ്റ്. അടുത്ത നോക്കി, ഈ ഒരു പോയിന്റ് കൂടി ശ്രദ്ധിച്ച്. ഇൻ എനി അരിത്തമെറ്റിക് സീക്വൻസ് ദ ചേഞ്ച് ഇൻ ടേംസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദി ചേഞ്ച് ഇൻ പൊസിഷൻ. അതെന്താന്ന് മനസ്സിലായോ? അതായത് ചേഞ്ച് ഇൻ ദ ടേംസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദി ചേഞ്ച് ഇൻ പൊസിഷൻ. അതായത് നമ്മുടെ എന്താ പറയാ, പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം കൂടുമ്പോൾ മറ്റേതും കൂടിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇപ്പോ ചേഞ്ച് ഇൻ ടേംസ്, ഇപ്പൊ h6 മൈനസ് h3 ഇതാണല്ലോ ചേഞ്ച് ഇൻ ടേംസ്. ചേഞ്ച് ഇൻ ദ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 6 മൈനസ് 3 ഇതാണ് ചേഞ്ച് ഇൻ ദ പൊസിഷൻ. ഓക്കെ, ഇപ്പോ 6 മൈനസ് 3 എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് 3 ആണ്. h6 മൈനസ് h3 എന്ന് പറയുന്നത് ഒരു 5 ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി ഈ ഡിഫറൻസ് വേറെ രണ്ട് ടേംസ് എടുക്കുകയാണെങ്കിൽ ഇപ്പം 10ാമത്തെ ടേമും 5ാമത്തെ ടേമും എടുത്തു എന്ന് വിചാരിച്ചു. 10 മൈനസ് 5 എന്ന് പറയുന്നത് എന്താണ്? 5 ആണ് അല്ലെ? പൊസിഷൻസിന്റെ ഡിഫറൻസ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് കൂടിക്കൊണ്ടിരിക്കും. അതായത് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, പൊസിഷൻസിന്റെ ഡിഫറൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ടേംസിന്റെ ഡിഫറൻസും കൂടിക്കൊണ്ടിരിക്കും. അതാണ് പ്രൊപ്പോർഷൻ. ഒരെണ്ണം കൂടുമ്പോൾ മറ്റേതും കൂടിക്കൊണ്ടിരിക്കുന്നതാണ് പ്രൊപ്പോർഷൻ. മനസ്സിലായോ? പൊസിഷൻ ടേംസ് കൂടുമ്പോൾ ടേംസിന്റെ ഡിഫറൻസും കൂടി വരുവാണെങ്കിൽ അതാണ് പ്രൊപ്പോർഷണൽ. ഒരെണ്ണം കുറയുമ്പോൾ മറ്റേതും കുറയുവാണെങ്കിലും പ്രൊപ്പോർഷണൽ തന്നെ പറയും. മനസ്സിലായോ? ഒരെണ്ണത്തിന്റെ ചേഞ്ചിനനുസരിച്ച് മറ്റേതും അതേപോലെ തന്നെയാണ് ചേഞ്ച് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനാണ് പ്രൊപ്പോർഷണൽ പറഞ്ഞത്. അപ്പൊ അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇതിന്റെ ആൻസർ എത്തിക്കോളൂ. തേർഡ് ടേം 15 ആണ് തന്നിട്ടുണ്ട്. 8th ടേം 35 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം അല്ലെ? എല്ലാവരും കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. ഞാൻ ചോദിക്കുന്നവർ പറയണം. ദിൽദർ എന്താണ് ചെയ്തു കഴിഞ്ഞോ ഇതിന്റെ ആൻസർ? എന്ത് എന്നിട്ട് ഇത് ചിരിച്ചോണ്ടിരിക്കണേ? ചിരിച്ചില്ലടാ? എവിടെ? അത് അവിടെ നല്ലത് ഇവിടുന്ന പേടിക്കണ്ട, ആരും ബോംബ് വെച്ചല്ല. ഇപ്പൊ കേട്ടില്ലേ സൗണ്ട്? ഇപ്പൊ കേട്ടില്ലേ? ഇവിടുന്നല്ല കേട്ടോ. കഴിഞ്ഞോ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാലി
കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചോന്ന് പിടിക്കാണെന്നാ. നീ ഫോൺ എവിടെയെങ്കിലും ഒന്ന് വെച്ചേ. ഫോണിൽ തപ്പിയാ കിട്ടില്ലേ? ഫോൺ കയ്യിൽ വെച്ചോണ്ടാണ് പരിപാടി. Third term is 15. H3 is equal to 15. Eighth term is equal to 35. എന്നിട്ടോ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിച്ചേ? 35 minus 15 by 8 minus 3. ഇപ്പൊ എന്ത് തോന്നുന്നു? 35 നിന്ന് 15 പോയി കഴിഞ്ഞാൽ 20. 20 by 5 അപ്പൊ 4 വന്നു. കോമൺ ഡിഫറൻസ് 4 വന്നോ? ഇനി നമുക്ക് 13th ടേം ആണ്. 13th ടേം കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യാം? 3ൽ നിന്ന് 10 കൂട്ടിയാൽ 13 കിട്ടും അല്ലെ? അപ്പോ 3ന്റെ കൂടെ 10 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പൊ എന്ത് വരും? 15ന്റെ കൂടെ 10 × 4 15 + 40 55. 23ാമത്തെ ടേം കണ്ടുപിടിക്കണം. X23. നോക്കിയേ, 13ാമത്തെ ടേമിന്റെ കൂടെ അല്ലെങ്കിൽ 3ാമത്തെ ടേമിന്റെ കൂടെ 3ന്റെ കൂടെ എത്ര കൂട്ടിയാലേ 23 വരിക? 20. ഇവിടെ 10 കൂട്ടിയാല് ഇവിടെ 20 കൂട്ടിയാല് അല്ലെ? അപ്പൊ 3ാമത്തെ ടേമിന്റെ കൂടെ 20 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അതായത് 15ന്റെ കൂടെ 20 × 4. അപ്പൊ 15 + 80 95. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 3ന്റെ കൂടെ 10 കൂട്ടിയപ്പോ 3ാമത്തെ ടേമിന്റെ കൂടെ 10 കൂട്ടിയപ്പോ 55, 20 കൂട്ടിയപ്പോ 95. അതായത് പൊസിഷൻസിന്റെ ഡിഫറൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് ടേംസ് കൂടി കൂടി വരും. ടേംസിന്റെ ഡിഫറൻസും കൂടി കൂടി വരും കേട്ടാ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്തോ. ഇത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തോളാം. ഇത് സ്ക്രീൻഷോട്ട് എടുക്കും. ഓടിപ്പോയി എക്സാം എഴുതി കൊന്നിട്ടില്ലായിരുന്നു. എല്ലാവരും എക്സാം എഴുതിക്കോളൂ കേട്ടോ. മിസ് എന്റെ മാർക്ക് നോക്കിക്കോളാം. ഇതെല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. മിസ് ലീവ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോ ബൈ, സി യു. ആരും എന്നോട് പണക്കൊന്നും വിചാരിക്കണ്ട. മാർക്ക് വാങ്ങിച്ചിട്ട് ഇനി ഞാൻ ചീത്ത പറയും. മിസ് പോട്ടെ. ടാറ്റാ, ബൈ, സി യു, ലവ് യു ഗൈസ്, ബൈ.